വെൽക്കം ബാക്ക് ടു NINM ഫാഷൻ. ഇന്ന് ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ടുള്ള കുറേ ഫ്ലവേഴ്സും അതിൻ്റെയൊക്കെ എങ്ങനെയാണ് ഹെയർ ആക്സസറീസിലേക്ക് അറ്റാച്ച് ചെയ്യാന്നുള്ളതുമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വളരെ ഫാസ്റ്റായിട്ട് സ്പീഡായിട്ടും നിങ്ങൾക്ക് ലാഗൊന്നും ഇല്ലാണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ഗ്ലിറ്റർ ഷീറ്റ് എടുക്കുക. എന്നിട്ട് നമ്മളത് 1 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. 1 ഇഞ്ചാണ്. അപ്പോൾ അതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തതാണ് കേട്ടോ. ദെൻ അതിൻ്റെ പകുതിയാക്കി എടുക്കുക. അപ്പോൾ 2 ഫ്ലവേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അത് പകുതിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മൾ ഒരേ അളവിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 1 സെൻറ്റിമീറ്റർ അളവിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാലൻസ് വന്ന ഒരു ചെറിയ പീസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനും ആവശ്യമുണ്ട് കേട്ടോ, കളയണ്ട. എന്നിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ അത് ഓരോന്നും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഇതളുകളാവുന്ന പോലെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ദെൻ ശേഷം ഒരു സൂചി നൂലും കൊണ്ട് ഇതൊന്ന് തുന്നി കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ടൊരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. ദെൻ എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. ഇതേപോലെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ള ഫ്ലവറായിട്ട് വരും കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഫ്ലവറായി വന്നിട്ടുണ്ട്. അപ്പോൾ നടുവിലൊരു പോംപോമും കൂടി, നമ്മളൊരു ചെറിയ പോംപോമും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളത് നല്ലോണം നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഉണ്ടോ, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഭംഗിയിൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ, അറ്റാച്ച് ചെയ്യുന്ന കാര്യം കൂടി. അപ്പോൾ ഒരു വീഡിയോയിൽ അത് കാണിക്കണുള്ളൂ, ഇനി അങ്ങോട്ട് കാണിക്കണമെന്നില്ല കേട്ടോ. ഒറ്റ പ്രാവശ്യം കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതേപോലെ ഗം ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ദെൻ ഗ്ലൂ ഗൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഉണങ്ങിപ്പോകും. അതുകൊണ്ട് ഫാസ്റ്റായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അപ്പം കുറച്ച് ഇങ്ങനെ ഒട്ടിച്ച് പോകുന്നതായിരിക്കും നന്നാവുക കേട്ടോ. ഇങ്ങനെ ഒട്ടിക്കുക. ശേഷം ഗമ്മാവാത്ത ഭാഗത്ത് ഗം വെച്ചിട്ട് ഒട്ടിച്ച് പോവുക കേട്ടോ. ഇതേപോലെ നമ്മൾ മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഇതേപോലത്തെ ഹെയർ ക്ലിപ്പ് നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ ഒരു കുട വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ വിൽക്കാറുണ്ടായിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതേപോലത്തെ ഫ്ലവേഴ്സ്, കാഷ്യൂസ്, ടോയ്സ്, മുട്ടായിയുടെ ഇത്, അങ്ങനെയൊക്കെ പല ഇതിൽ കിട്ടുമായിരുന്നു. ടെഡി ബിയേഴ്സിൻ്റെ ഒക്കെ അതായിട്ട്. അപ്പോൾ ഞാനൊക്കെ ഒരുപാട് വാങ്ങിച്ച് അതിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതങ്ങനെ കാണാറില്ല ഉത്സവ സ്ഥലത്ത്. അപ്പോൾ അത് ഓർമ്മ വന്നത് ഉണ്ടാക്കിയപ്പോൾ. ഇതാ നോക്ക്, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ലേ. ബാക്കിലൊക്കെ നല്ല നീറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അലിഗേറ്റർ ക്ലിപ്പിലോ ടിക് ടാക്കിലോ ഒക്കെ ഒട്ടിക്കുക. അപ്പോൾ ടിക് ടാക്കിൽ ഒട്ടിക്കുകയാണെങ്കിൽ നമ്മൾ ബാലൻസ് ഒരു പീസ് ഉണ്ടായിരുന്നില്ലേ, ആ പീസ് കൊണ്ടാണ് ഇതിലിങ്ങനെ ഒട്ടിച്ചു കൊടുത്തത്. ഒരു ടിക് ടാക്കിലും ഒരു ബണ്ണിലുമാണ് ഞാൻ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. 2 നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ ഞാൻ 2 ഇഞ്ച് വീതിയിലാണ്, 2 ഇഞ്ച് വീതിയിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത്. ശേഷം 4 ഇഞ്ച് നീളത്തിലാണ് താഴോട്ട് എടുത്തത്. പിന്നെ ഒന്ന് സ്ക്വയർ ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ ചെറിയ പീസസ് മതി കേട്ടോ. ചെറിയ പീസസ് കൊണ്ട് നമുക്ക് അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ദെൻ ഇത് കട്ട് ചെയ്തെടുക്കുക. ദെൻ മടക്കി കൊടുക്കുക. ദെൻ ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ.
ഒരു 1/4 ഭാഗത്തിൽ അധികമായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ഒരേപോലെ കട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ദെൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഗ്ലൂ ഗൺ തന്നെയാണ് ഉപയോഗിക്കുക കേട്ടോ. കുറച്ച് ഗം വെച്ചിട്ട് ഒട്ടിച്ചൊട്ടിച്ച് പോകുന്നതായിരിക്കും നന്നാവുക. ഇതേപോലെ മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറയണേ, നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ എനിക്കത് മനസ്സിലാവണില്ല എങ്ങനത്തെയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ നമുക്ക് വിഷുവിനേക്ക് പുതിയ പ്രൊഡക്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ദെൻ കിറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് ഐറ്റംസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ വേറൊരു മെറ്റീരിയലിൽ ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് ടിക് ടാക്കിൽ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി തേർഡ് വൺ കാണാം. അപ്പോൾ ഇതേപോലെ നമ്മൾ റൗണ്ടായിട്ട് ഫെൽറ്റ് ഷീറ്റിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. റൗണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് സൈസ് ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു നോർമൽ സൈസാണ്, ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റൗണ്ടിൻ്റെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. then ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കണേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ. ഇതേപോലെ ഒരു 3 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 3 എണ്ണം ഇതേപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ശേഷം ഇതേപോലുള്ള ഒരു റൗണ്ട് കൂടി എടുത്തിട്ട് നമ്മൾ പകുതിയാക്കി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. 2 ഭാഗത്തുനിന്നും കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് കട്ട് ചെയ്യാതിരിക്കാൻ നോക്കുക കേട്ടോ. വീണ്ടും അത് പകുതിയാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 4 എണ്ണം കിട്ടും കേട്ടോ. ദെൻ ഓരോന്നിൻ്റെ നടുവിൽ നിന്ന് ഓരോ ത്രികോണ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. കാണുമ്പോൾ മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. വീണ്ടും അതൊന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ കിട്ടും. നമ്മുടെ ഗ്ലൂ ഗൺ ഒന്ന് ചൂടാക്കുക. ഇത് നമ്മൾ പുതിയ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. അത്യാവശ്യം പെട്ടെന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു 80 അല്ലെങ്കിൽ വാട്ടിലെങ്കിലും വാങ്ങണം. 80-100 വാട്ടിലുള്ളത് വാങ്ങിക്കാൻ നോക്കുക കേട്ടോ. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. 2 പോളൻ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഓരോ റൗണ്ടും ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുക. ദെൻ പോളൻ്റെ തന്നെ ഒരു ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തതാണിത്. അത് നമ്മൾ സെൻറ്ററിലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് തീർന്നിട്ടില്ല. ഇനിയും കുറേ ആക്സസറീസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏത് ഹെയർ ആക്സസറിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.